ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ, പഴയ നൈറ്റി, ചുരിദാർ, പാൻറ്റ്. അപ്പോൾ അതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. മഴക്കാലത്ത് നമുക്ക് ഇപ്പം ആവശ്യമുള്ളൊരു സാധനമാണ് ഡോർമാറ്റുകൾ. കാരണം മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡോർമാറ്റുകളൊക്കെ നനഞ്ഞു പോകും. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നനയും, പെട്ടെന്ന് തന്നെ മുഷിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്തിട്ടാലും പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡോർമാറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള പഴയ തുണികൾ ഉപയോഗിച്ചിട്ട് ഡോർമാറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ ലാഭിക്കാനും പറ്റും. പുതിയ ഡോർമാറ്റൊന്നും വാങ്ങി പൈസ കളയേണ്ട ആവശ്യവും ഇല്ല. അപ്പം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു നൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പഴയതുള്ളത്, ഇപ്പോൾ പഴയ ചുരിദാറാണെങ്കിൽ അത് വെച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു നൈറ്റി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ മുകളിലും താഴെയും വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പുറമേ കാണുന്ന ഭാഗം, ആ ഒരു പീസാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലോർ മാറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ടൊരു ചാർട്ട് പേപ്പർ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. കാരണം നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒരു ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു അളവ് തന്നെ വേണമെന്നില്ല, ഇതൊരു മിനിമം അളവാണ് കേട്ടോ. ഇതിൽ കുറയണ്ട. ഇതിൽ ഇപ്പം വീതി കുറച്ചും കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, അതേപോലെ തന്നെ നീളം കൂട്ടണമെങ്കിൽ കൂട്ടാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ആവുമ്പം നമുക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണ്. വളയാനോ സൈഡ് വളയോ തിരിയോ ഒന്നും ചെയ്യില്ല. നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ചാർട്ട് പേപ്പറിലോ കാർഡ്ബോർഡിലോ അളവ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നൈറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്യണത്. കാരണം താഴ്ഭാഗത്താണല്ലോ അത്യാവശ്യം വീതി ഉണ്ടാവുക. ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പം 2 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം ഒരു ഡിസൈനിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പീസ് മതി. അല്ല, ഈ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലൊരു പീസും താഴെ ഒരു പീസും വെച്ച് പ്ലെയിനായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലെയിനായിട്ടല്ല, ഒരു ഡിസൈന് പോലെ ചെയ്യുന്നതുകൊണ്ട് ഇതിലൊരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. മറ്റേ പീസ് ഞാൻ വേറൊരു ഫ്ലോർ മാറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിനോട് ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു നൈറ്റി കൂടി ഞാൻ എടുക്കുന്നുണ്ട്, ഒരു ഡിസൈൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെയും ഇതേപോലെ തന്നെ ഇതേ അളവിൽ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെയും ഒരു പീസ് മതി. അപ്പം ഈ ഒരു പീസ്, ഈ ഫസ്റ്റ് എടുത്ത നൈറ്റിൻ്റെ ഒരു പീസും പിന്നെ എടുത്ത നൈറ്റിൻ്റെ ഒരു പീസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലുള്ള ഒരു പീസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു 2 പീസും സെയിം ഒരേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. വീതിയിലും നടുവിലൂടെ കട്ട് ചെയ്യുക, നീളത്തിലും നടുവിലൂടെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആകെ 8 പീസ് കിട്ടും. അതായത് മുകളിലുള്ള പീസിൻ്റെ 4 പീസും താഴെയുള്ള പീസിൻ്റെ 4 പീസും കൂടി 8 പീസ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കോർണറിൽ സെയിം ഡിസൈൻ വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് പീസസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഈ പീസുകൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു പിങ്ക് പീസും ഈ ഒരു പ്രിൻ്റുള്ള പീസും തമ്മിൽ നല്ല ഭാഗവും ചേർന്ന് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ താഴെയുള്ള 2 പീസുകളും തമ്മിൽ സൈഡിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നീളത്തിലുള്ള 2 പീസുകൾ കിട്ടും. അത് രണ്ടും ഇതേപോലെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കേട്ടോ. കോർണറിൽ സെയിം ഡിസൈൻ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ 2 നീളത്തിലുള്ള പീസും വെച്ച് സൈഡിലൂടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഭാഗത്തേക്കുള്ള ആ ഒരു പീസ് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ പീസും ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ഒരു പ്രിൻ്റുള്ള പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പിങ്ക് ചെറിയ ഡോട്ടുള്ളൊരു പീസാണ്. അതും ഇതേപോലെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ അത് നല്ല ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേപോലെ തന്നെ മറ്റ് 2 പീസുകളും തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പ്രസ് സ്റ്റിച്ച് കൊടുക്കുക, എന്നാൽ അത് ആ വൃത്തിക്ക് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 നീളത്തിലുള്ള പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് ജോയിൻ്റ് ചെയ്യുമ്പം നീളത്തിലിങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പം 2 ഡിസൈന് 2 കോർണറിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ, എന്നാലേ അത് വൃത്തിക്ക് നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ.
അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട് മുകളിലും താഴെയായിട്ട് വെക്കാൻ. അപ്പം ആദ്യം ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് ചീത്തവശം, ഈ ഒരു പീസിൻ്റെ ചീത്തവശം മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ ഞാനിതാ ഇതേപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഇതേപോലെ നമ്മൾ ഒഴിവാക്കിയ എന്തെങ്കിലും തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, നൈറ്റികളോ കുർത്തിയുടെയൊക്കെ പീസുകൾ ഉണ്ടാവുമല്ലോ, അത് ഇതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു ക്ലോത്തിൻ്റെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും സെയിം തിക്നെസ്സിൽ വരുന്ന രീതിയിൽ നമ്മൾ പഴയ തുണികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ എടുത്ത നൈറ്റിയുടെ തന്നെ ബാക്കി ഭാഗം എടുക്കാത്തത്, അത് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റാണ്, നല്ലൊരു തുണിയാണ്. അതുകൊണ്ട് വേറെയും ഫ്ലോർ മാറ്റ് സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ വെട്ടിയെടുത്തതിൻ്റെ ബാക്കി ഭാഗം ഈ സെൻറ്ററിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് വേറെയും ഫ്ലോർ മാറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. എന്നിട്ട് അത്യാവശ്യം നരച്ചിട്ടുള്ള അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള തുണികളൊക്കെ ഉണ്ടാവില്ല, അതാണ് ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയാണോ എന്ന് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഒന്ന് നോക്കാട്ടോ. എവിടെയെങ്കിലും ഒന്ന് താന്ന് നിൽക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ സ്ഥലത്തും അഡ്ജസ്റ്റ് ചെയ്ത് പീസസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവസാനം നമ്മൾ സെക്കൻഡ് പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നല്ലോണം ഒന്ന് റെഡിയാക്കുക. ഇനി ഇത് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു പ്രസ് ചെയ്ത് അടിച്ച ആ ഒരു ഭാഗമല്ലേ, അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത്ര ഒന്നും നീങ്ങിപ്പോല. ചെറിയ ചെറിയ പീസസാണ് വെച്ചതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിലങ്ങനെ കുറച്ച് ഇടവിട്ട് ഇങ്ങനെ നീളത്തിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലൂടെ തന്നെ ആട്ടോ സ്റ്റിച്ച് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ 4 സൈഡിലൂടെയും ഇങ്ങനെ ഈ നമ്മൾ ഉള്ളിൽ വെച്ച് ആ ഒരു ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ സൈഡിൽ കൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഒരു ബോർഡർ വെച്ച് ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ പാൻറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീസ് നല്ലോണം ചുളിഞ്ഞ് പണിയായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ലോണം അയൺ ചെയ്ത് നിവർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ നീളത്തിലുള്ളൊരു പീസല്ലേ കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 ഇഞ്ച് വീതിയിൽ നല്ല നീളത്തിലുള്ള റിബൺ പോലെയുള്ള പീസാണ് നമുക്ക് ബോർഡറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചുളിഞ്ഞ പീസിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനത്തെ പീസൊക്കെ കട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം, നല്ലോണം അയൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് വെട്ടാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നീളത്തിലുള്ള കുറേ പീസുകൾ കിട്ടും. അപ്പം ഇങ്ങനെ കുറേ പീസുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്ര നീളത്തിലാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഓരോ പീസുകളും തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക ആദ്യം. അങ്ങനെ ജോയിൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മാറ്റിൻ്റെ സൈഡിൽ ഇതേപോലെ മാറ്റിൻ്റെ നല്ല ഭാഗം ആ ഒരു പീസിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ സൈഡിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ഭാഗവും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്കിലുള്ള വശത്തേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ബോർഡർ കിട്ടും. അപ്പം ഇങ്ങനെ 4 ഭാഗവും നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കോർണർ വരുന്ന സമയത്ത് ഒന്ന് കറക്റ്റായി പിടിച്ച് ഒന്ന് നീറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നല്ലൊരു ഫ്ലോർ മാറ്റ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഫ്ലോർ മാറ്റൊക്കെ നമ്മളുടെ വീട്ടിലുള്ള പഴയ തുണികൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് പൈസ ലാഭിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കും. നമ്മളുടെ അയൽവാസികൾക്കോ അല്ലെങ്കിൽ നമ്മളറിയുന്ന നമ്മളുടെ അടുത്ത
ബന്ധുക്കൾക്കോ ഒക്കെ ഇങ്ങനെയുള്ള ഫ്ലോർ മാറ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലോത്തിൻ്റെ ഫ്ലോർ മാറ്റൊക്കെ നമുക്ക് ഞാൻ പല സൈറ്റിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സെയിൽ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ഡ്രസ്സൊന്നും ഇല്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടൈലറിങ് ഷോപ്പിലൊക്കെ കുറേ വെട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ചെറിയ പീസുകളൊക്കെ ജോയിൻ്റ് ചെയ്ത് ഒരു വലിയ പീസാക്കാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇത് പല ഡിസൈനിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.